ഒരു സ്ട്രീറ്റ് ഫൈറ്റ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇതാ 2 വഴികൾ. സ്ട്രീറ്റ് ഫൈറ്റിൽ ജയിക്കാൻ എതിരാളിയുടെ മുഖത്തടിച്ച് നോക്കൌട്ട് ആക്കണമെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ അത് തെറ്റായൊരു ചിന്തയാണ്. കാരണം അതിനേക്കാൾ വേഗത്തിലും സ്വന്തം കൈകൾക്ക് പരിക്കേൽക്കാതെയും വർഷങ്ങളുടെ പരിശീലനം പോലുമില്ലാതെ ഏതടിപിടിയും നിമിഷനേരം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. മാർഷൽ ആർട്സ് പരിശീലിക്കുന്നവർക്കിതറിയാം, എന്നാൽ ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഇതറിയില്ല. ആ രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ട്രീറ്റ് ഫൈറ്റിലെ യഥാർത്ഥ അപകടം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് സ്ട്രീറ്റ് ഫൈറ്റുകളെക്കുറിച്ച് ആരും പറയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്ട്രീറ്റ് ഫൈറ്റ് ഒരു ബോക്സിംഗ് മാച്ച് അല്ല. അവിടെ റെഫറിയോ റൗണ്ടുകളോ നിയമങ്ങളോ ഇല്ല. നിങ്ങളുടെ ഒരു തെറ്റായ പഞ്ചുകൊണ്ട് എതിരാളി പുറകോട്ട് മറിഞ്ഞു വീണ് കോൺക്രീറ്റിൽ തലയിടിച്ചാൽ അവിടെ ഫൈറ്റ് കഴിയുമെങ്കിലും പിന്നീട് നിങ്ങളുടെ ജീവിതം മനഃപൂർവ്വമല്ലാത്ത കൊലപാതക കേസിൽ മാൻസ്ലോട്ടർ ചാർജിൽ അവസാനിക്കും. ഒരു കോർട്ടുമായി ബന്ധപ്പെട്ട കേസ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നശിപ്പിച്ചു കളയാം. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോവുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ വഴിയില്ലാതെ വരും. അവർ നിങ്ങളെ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ രക്ഷിക്കാനും കേസ് വഴക്കുകളിൽ പെടാതെ സ്വയം സുരക്ഷിതനാകാനും എവിടെയാണ് പ്രഹരിക്കേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് മുഖത്തടിക്കരുത്? സിനിമകളിലും റീലുകളിലും കാണുന്നത് പോലെ മുഖത്തടിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി തോന്നാം. എന്നാൽ മനുഷ്യന്റെ തലയോട്ടി, സ്കൾ, ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അസ്ഥികളിലൊന്നാണ്. നിങ്ങൾ അടിക്കുമ്പോൾ എതിരാളിയുടെ താടിക്ക് പകരം നെറ്റിയിലോ തലയോട്ടിയിലോ ആണ് കൊള്ളുന്നതെങ്കിൽ അവന്റെ തലയോട്ടി തകരുന്നതിന് മുൻപ് നിങ്ങളുടെ കൈകളോടിയും. ടാർഗറ്റ് 1, സോളാർ പ്ലെക്സസ്. നിങ്ങളുടെ നെഞ്ചിലെ വാരിയെല്ലുകൾ തമ്മിൽ ഒത്തുചേരുന്ന നടുഭാഗം നോക്കുക. അതിന് തൊട്ട് താഴെയുള്ള മൃദുലമായ ഭാഗമാണ് സോളാർ പ്ലെക്സസ്. അവിടെ നിങ്ങളുടെ 2 വിരലുകൾ കൊണ്ട് ചെറുതായൊന്ന് അമർത്തി നോക്കൂ. ഒരു ചെറിയ അമർത്തലിൽ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്നില്ലേ? ഇനി ചിന്തിച്ചു നോക്കൂ, മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവിടെ ഒരു പഞ്ച് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഈ ഭാഗത്ത് മസിലുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന് ബാഹ്യമായ സംരക്ഷണം ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ നിയന്ത്രിക്കുന്ന വലിയൊരു നാഡീവ്യവസ്ഥയാണിത്. ഇവിടെ ശക്തമായ ഒരു അടി കിട്ടുമ്പോൾ ഡയഫ്രം, ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന മസിൽ, സ്തംഭിച്ചു പോകുന്നു. സെക്കൻഡുകളോളം അവർക്ക് ശ്വാസമെടുക്കാൻ കഴിയില്ല. നെഞ്ചിൽ കാറ്റുപോയതുപോലെ അവർ പൂർണ്ണ ബോധത്തോടെ തറയിലേക്ക് വീഴുപോകും. ഇതെങ്ങനെ ഉപയോഗിക്കാം? സ്ട്രീറ്റ് ഫൈറ്റുകൾ എപ്പോഴും വളരെ അടുത്തുവെച്ചാണ് നടക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ പുറകിലെ കാൽ ചെറിയൊരു അടി പുറകോട്ട് വെച്ച് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. നിങ്ങളുടെ പുറകിലെ കൈ ഉപയോഗിച്ച് ഹിപ്പ് തിരിച്ചുകൊണ്ട് അവരുടെ സോളാർ പ്ലെക്സസിലേക്ക് നേരെ ശക്തമായി പഞ്ച് ചെയ്യുക. ഒറ്റ ഷോട്ടിൽ ഫൈറ്റ് അവിടെ തീരും. നിങ്ങളുടെ വർക്കൗട്ടും പേഴ്സണാലിറ്റിയും അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു ബിഗ് ഓഫർ. 3999 രൂപ വിലമതിക്കുന്ന അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന കംപ്ലീറ്റ് കോഴ്സും 3999 രൂപ വിലമതിക്കുന്ന ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് എന്ന സ്പെഷ്യൽ കോഴ്സും ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. അതും വെറും 179 രൂപയുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ. ഇതുമാത്രമല്ല, ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളായ ലുക്സ് മാക്സിംഗ്, നിങ്ങളുടെ ലുക്കും അട്രാക്ഷനും വർദ്ധിപ്പിക്കാൻ; ഡാർക്ക് സൈക്കോളജി, മനുഷ്യ മനഃശാസ്ത്രവും മൈൻഡ് ഗെയിമുകളും മനസ്സിലാക്കാൻ; ഹൈലി വാല്യൂഡ് ബുക്ക് സമ്മറീസ് ഇൻ മലയാളം, ലോകോത്തര പുസ്തകങ്ങളുടെ മലയാളം സമ്മറികൾ തുടങ്ങിയവയിലേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ടാർഗറ്റ് 2, ലിവർ അഥവാ കരൾ. സോളാർ പ്ലെക്സസ് ഒരു എമർജൻസി ബ്രേക്ക് ആണെങ്കിൽ ലിവർ ഷോട്ട് എന്നത് ശരീരത്തിന്റെ സ്വിച്ച് ഓഫ് ബട്ടറാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ വലതുവശത്ത് വാരിയെല്ലുകൾക്ക് തൊട്ടു താഴെ ലഘുവായി ഒന്ന് തൊട്ടു നോക്കൂ. അവിടം വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ലിവർ. ലിവറിന് സംരക്ഷണമൊന്നുമില്ല. അവിടെ അനേകം നാഡീഞരമ്പുകൾ നിറഞ്ഞതാണ്. ഇവിടെ ഒരു ശക്തമായ പഞ്ച് ലഭിച്ചാൽ പെയിൻ സിഗ്നലുകൾ മുഴുവൻ ശരീരത്തിലേക്കും ഒരേ സമയം വ്യാപിക്കും. പ്രൊഫഷണൽ ബോക്സർമാർക്ക് പോലും ലിവർ ഷോട്ട് താങ്ങാൻ കഴിയില്ല. ലോകോത്തര ബോക്സർമാർ പോലും ലിവർ ഷോട്ട് കൊണ്ട് തറയിൽ വീണുപോകാറുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാം? ഫൈറ്റിനിടയിൽ
വളരെ അടുത്ത് നിൽക്കുമ്പോൾ. നിങ്ങളുടെ ബോഡി വെയ്റ്റ് ചെറിയ രീതിയിൽ വശങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പുറകിലെ കൈ ഉപയോഗിച്ച് താഴെ നിന്ന് മുകളിലേക്ക് ഷോർട്ട് കോമ്പാക്ട് മൂവ്മെന്റ്. വാരിയെല്ലുകൾക്കടിയിലേക്ക് ലിവർ ലക്ഷ്യമാക്കി പഞ്ച് ചെയ്യുക. ഒരു ഷോട്ടിൽ എതിരാളി തറയിലാകും. ഇവ ഫലപ്രദമാക്കാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കമ്മിറ്റ്മെന്റ്, പൂർണ്ണമായ ഫോക്കസ്. പകുതി മനസ്സോടെയുള്ള പഞ്ച് കൊണ്ട് ഫലമില്ല. അമർത്തി പഞ്ച് ചെയ്യുക. എതിരാളിയുടെ ശരീരത്തിന്റെ മറുഭാഗത്തേക്ക് പഞ്ച് തുളച്ചു കയറുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു വേണം പ്രഹരിക്കാൻ. അവെയർനെസ് ആൻഡ് പ്രാക്ടീസ്, മുൻകൂട്ടിയുള്ള പരിശീലനം. അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങൾ ഷാഡോ ബോക്സിംഗ് വഴി പരിശീലിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കൂ. അതുകൊണ്ട് ഈ ആംഗിളുകൾ മുൻകൂട്ടി പരിശീലിക്കുക. ഓർക്കുക, ഈ സാങ്കേതിക വിദ്യകൾ സെൽഫ് ഡിഫൻസിനു വേണ്ടി മാത്രമാണ്. ലിവർ തകരുന്നതുപോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രം ഇതുപയോഗിക്കുക. ഇതിനകം തന്നെ 500-ലധികം ചാനൽ അംഗങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചേരുകയും തങ്ങളുടെ ഫിറ്റ്നസ് ആൻഡ് പേഴ്സണാലിറ്റി ജേർണി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വെറും 179 രൂപയ്ക്ക് ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ. അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ്, ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് എന്നീ മാസ്റ്റർ ക്ലാസുകളും മറ്റു പ്രീമിയം കോഴ്സ് പ്ലേലിസ്റ്റുകളും സ്വന്തമാക്കൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ "ഐ നോ വെയർ ടു ഹിറ്റ്" എന്ന് ടൈപ്പ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഷാർപ്പ്, സ്റ്റേ സേഫ്.